ഹായ്, വെൽക്കം ബാക്ക് ടു ന്യൂസ്. നമ്മളൊക്കെ ബൈക്കിന്റെ ടയറും കാറിന്റെ ടയറൊക്കെ ഇടയ്ക്കിടെ മാറ്റാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ നേരെ പോയിട്ട് ഈ ടയർ എടുക്കുന്നു ഇടുന്നു. നമ്മൾ വേറെ ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ മാക്സിമം അതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് നോക്കും. ബട്ട് അത് ഈ ടയർ എന്നാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എന്ന് ഭൂരിഭാഗം ആൾക്കാർ നോക്കാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഇപ്പൊ അടുത്ത് എന്റെ ബൈക്കിന്റെ ടയർ മാറ്റി. ടയർ മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. അപ്പൊ ഞാന് വീട്ടിൽ വന്നിട്ട് പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കിയപ്പോ ഒരു ടയർ 2025 മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ്, ഒരു ടയർ 2024 മാനുഫാക്ചർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഗൈസ്, നമ്മളെ ടയറിന്റെ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ്. ഒരു 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും നമ്മളുടെ ടയറിന്റെ സൈഡ് വാളിൽ. അത് ഒരു സർക്കിൾ, ഒരു ഓവൻ ഷേപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ 4 അക്ക നമ്പറിൽ അവസാനത്തെ 2 അക്കം എന്നുള്ളത്, അതായത് 25 ആണെന്നുണ്ടെങ്കിൽ അത് 2025 മാനുഫാക്ചർ ചെയ്ത വർഷത്തിന്റെ ഡിജിറ്റ് ആണ്. ആൻഡ് ഫസ്റ്റത്തെ 2 അക്ഷരം എന്നുള്ളത് ഈ വർഷത്തിലെ ഏത് ആഴ്ചയിലാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് അത് മെൻഷൻ ചെയ്തിട്ടുള്ള ഡിജിറ്റ് ആണ് ഫസ്റ്റത്തെ 2 ഡിജിറ്റ് ഉണ്ടാകുക. സോ ഇങ്ങനെ ടോട്ടൽ 4 ഡിജിറ്റ് ആയിട്ട് നമ്മൾക്ക് ടയറിന്റെ സൈഡ് വാളിൽ കാണാൻ കഴിയും. സോ ഇനി നിങ്ങൾ അടുത്ത വട്ടം ടയർ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും ഈ കാര്യം നോക്കി കൺഫേം ചെയ്ത് പുതിയ ടയറാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് ടയർ നമ്മൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും അതിന്റെ ഒരു ടൈം വാലിഡിറ്റി 1 to 6 years ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും അത് ആ റബ്ബർ ഡീറ്റീരിയേറ്റ് ആയിട്ട് പോകും, കേടന്നു പോകും. സോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.